ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനം. ഗംഗാവലി പുഴയിൽ നാളെ നാവികസേന തെരച്ചിൽ നടത്തും. ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, എന്തൊക്കെയാണ് ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ശിരൂരിൽ ഉന്നതതല യോഗം അവസാനിച്ചിരിക്കുന്നു. നാളെ ഗംഗാവലി പുഴയിൽ നാവികസേന പരിശോധന നടത്തും. ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഇത്തരത്തിൽ പരിശോധന പുനരാരംഭിക്കുക. ഈ പോയിന്റ് നമ്പർ 4, അതായത് സൂചന പ്രകാരം ശക്തമായ ലോഹ സാന്നിധ്യം ലഭിച്ചിട്ടുള്ള നാലാമത്തെ ഭാഗത്ത് തന്നെയായിരിക്കും ഇത്തരത്തിൽ ഈ തെരച്ചിലിന്റെ ആദ്യഘട്ടം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നു. നാവികസേന നാളെ ദൗത്യവുമായി മുന്നിട്ടിറങ്ങും. മറ്റാരും തന്നെ ഈ ദൗത്യത്തിൽ ഉണ്ടാകില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഈശ്വർ മാൽപ്പെ അടക്കം എത്തുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളത്തെ തെരച്ചിലിൽ നാവികസേന മാത്രമാണ് ഉണ്ടാവുന്നത്. ഈ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ, കർണാടക സർക്കാരിന്റെ മേൽ നടത്തിയത്. അതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈ തിരച്ചിൽ തുടരാൻ വീണ്ടും കർണാടക സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത്. ഇന്ന് പ്രാഥമികമായി നാവികസേന പരിശോധന നടത്തിയിരുന്നു. 4 നോട്ട്സ് ആണ് ഇപ്പോൾ ഗംഗാവലി പുഴയിലെ നീരൊഴുക്ക്. അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. വരും ദിവസങ്ങളിലും തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ്. മറ്റ് പ്രത്യേക മുന്നറിയിപ്പുകളൊന്നും ഇതുവരെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം എത്രയും വേഗം വിജയകരമായി പൂർത്തിയാക്കാനാണ് സാധിക്കുമെന്ന് തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. ആതിര. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ജില്ലാ ഭരണകൂടം അലംഭാവം